നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക്, ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്ലാം മേരിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അസ്ലാം മേരി അങ്ങനെ ഡൈവേഴ്സ് ആയിരിക്കുന്നു. വളരെ കഷ്ടമാണ്. കാരണം ഒരുപാട് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നത്. എന്ത് ക്ലാസ്സാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഞാൻ അത് പറയണ്ടല്ലോ അല്ലേ. നിങ്ങളത് ഐ ഡിയിലൊന്ന് കയറി നോക്കി അറിയാൻ പറ്റും അസ്ലാം മേരിയെ കുറിച്ച്. അസ്ലാം മേരി അങ്ങനെ ഡൈവേഴ്സ്. നമുക്ക് നോക്കാം അസ്ലാം മേരി എന്താണ് പറയുന്നത്. ഇവിടെ പ്ലേ ചെയ്യുന്നതാണ് അസ്ലാം മേരി. അസ്ലാം മേരിയെക്കുറിച്ച് ഞാനൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം വളരെ സാഡായിപ്പോയി. വളരെ സാഡ് എന്ന് പറഞ്ഞാൽ വളരെ സാഡ്. നമുക്ക് നോക്കാം വീഡിയോസ്. പിന്നെ എന്നെ ബോധിപ്പിക്കണ്ട, അവർ ബോധിച്ചാൽ മതി. അംജുക്കയുമായി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പറഞ്ഞ് തീർത്തുകൂടെ. സംഭവം ഇതന്നെ. ഞാനും ഇതിപ്പോ 1, 2, 3 കമന്റ്സ് ഞാൻ വായിച്ചിട്ടുള്ളൂ. ഫുൾ കമന്റ്സ് അത് തന്നെയാണ്. ഞാൻ Q&A ചെയ്യാന്ന് വിചാരിച്ചു, അതിന്റെയും ഫുൾ കമന്റ്സ് തന്നെയാണ്. ഞാനും അംജുക്കൻ ഡിവോഴ്സ് ആയി, അംജുക്കാൻ എന്ത് കാണിക്കുന്നില്ല. വേറൊരു കമന്റ് വന്നിട്ടുണ്ട്, അംജുക്ക നാട്ടിൽ വന്നപ്പോ അസ്ല ഗൾഫിൽ പോയി. ഒരു അസ്ലാം മേരിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് യൂട്യൂബ് മേഖലയിൽ വന്ന ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി വിവാഹ ജീവിതത്തെ പറ്റിയും സെക്സിനെ പറ്റിയും എല്ലാം പബ്ലിക്കായിട്ട് സംസാരിക്കുന്ന, ക്ലാസ്സുകൾ എടുക്കുന്ന, യൂട്യൂബിൽ അങ്ങനത്തെ വീഡിയോകൾ പങ്കുവയ്ക്കുന്ന പെൺകുട്ടിയാണ്. ഒത്തിരി പേര് ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും എടുത്തില്ല. അപ്പം അങ്ങനെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി എല്ലാവരും ഇപ്പോൾ ലാസ്റ്റ് വന്ന ആ വീഡിയോയ്ക്ക് കമൻറ്റുകൾ ഇട്ടു. അങ്ങനെയാണ് കുട്ടിയെ ഞെട്ടിക്കുന്ന സത്യം പറഞ്ഞത്. അവർ ഡൈവേഴ്സായി ഇല്ല എന്നാ കേട്ടോ. ഡൈവേഴ്സായി ഇല്ല എന്നാ. നിങ്ങളൊന്നും കൂടെ നോക്കിയോ ആ വീഡിയോ സൈഡിൽ പ്ലേ ചെയ്യുക. ആ ഹസ്ബൻഡുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ സൈഡിലാണ്. ഒരാള് ഡൈവേഴ്സ് ആയി കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന പ്രബുദ്ധ മലയാളി നന്നായിക്കൂടെ. സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബ് ആയാലും നാണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനോ ആയിക്കോട്ടെ. ആ പെൺകുട്ടി ഡൈവേഴ്സ് ആയെങ്കിൽ നമുക്ക് സംസാരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ യൂട്യൂബിൽ കംപ്ലീറ്റ് ആ പെൺകുട്ടി ഡൈവേഴ്സായി എന്നും പറഞ്ഞ് അഞ്ചുത്താത്ത ഹസ്ബൻഡിൻ്റെ ടൈമാണ്. പുള്ളി ചതിച്ചിട്ട് പോയോ, പുള്ളി ഉപേക്ഷിച്ചോ, പിന്നെ എന്നാ നാട്ടിൽ വരാത്ത, പിന്നെ കാര്യങ്ങളിലൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേര് അസ്ലാമി വലിയ കമൻറ്റ് ബോക്സ് വന്നിട്ട് നിറയെ പെൺകുട്ടി ഡൈവേഴ്സായെന്നും പറഞ്ഞ് ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ മലയാളിയുടെ ഒളിഞ്ഞു നോട്ടം, അതാണ് സത്യം. ഒരാൾ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ കണ്ടില്ലെങ്കിൽ അന്നേരം അവർ ഡൈവേഴ്സായെന്നാണ്. എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെങ്കിൽ വേണ്ടില്ല, ഇത് ചുമ്മാ അങ്ങ് അടിച്ചിറക്കി ഒരു വീഡിയോ ഇറക്കിക്കൊണ്ട് ആ പെൺകുട്ടിയെയും തേജോവധം ചെയ്ത്, അല്ലെങ്കിൽ ആ ചെറുക്കനെയും തേജോവധം. ഇല്ലാത്ത കഥയൊക്കെ അയാളെ കുറിച്ച് പറയുന്നത് പെൺകുട്ടി പറയുന്നുണ്ട്. എന്താണെന്ന് പറയാ, അംജിക്കായ്ക്ക് അവിടെ UK പെണ്ണ് കിട്ടി, 2 പിള്ളേരും ഉണ്ട്. എന്തൊരവസ്ഥയാണെന്നുള്ളത് ചോദിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ജീവിതം തീർക്കാൻ അത് മതി അല്ലേ. സംശയിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ ഇത് മതി, അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാർക്കോ അല്ലെങ്കിൽ ഇവളുടെ വീട്ടുകാർക്കോ നല്ല ബോൾഡായ ആളുകളായതുകൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്നത്. സാധാരണക്കാരൻ്റെ കുടുംബം കൊഞ്ഞാട്ടിയാണ് ഇങ്ങനത്തെ കമൻറ്റ് ചോദ്യങ്ങളൊക്കെ ധാരാളം മതിയല്ലേ. അവർ തമ്മിലുള്ളൊരു ക്ലാഷ് ഉണ്ടാക്കാനും ഇത് മതി. അവർ തമ്മിൽ തെറ്റിക്കാനും ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ച് ചെയ്യാം. നമ്മുടെ ഈ മലയാളിയുടെ ഇമാതിരി ചിന്താഗതി അല്ലേ. നമ്മളെല്ലാത്തിനും നെഗറ്റീവ്. നമുക്ക് ആഘോഷമാണ്. അസ്ലാം മേരി എല്ലാവർക്കും ക്ലാസ്സൊക്കെ എടുത്തുകൊണ്ടിരുന്ന പെൺകുട്ടി അവൾ ഡൈവേഴ്സായി. ആ ഒരു ചിന്താഗതി, അവൾ നന്നാവണ്ടെന്നുള്ള ചിന്താഗതി അല്ലേ. അവളൊക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. ആ പെൺകുട്ടി നല്ല ബോൾഡ് പെൺകുട്ടിയാണ്. കാരണം അവൾ ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ, നിങ്ങൾ ആ ക്ലാസ്സുകളൊക്കെ കേട്ടിരുന്നോ? ആവശ്യമുള്ളവർ മാത്രം കേട്ടോ. 80+ ആണ്. അതുകൊണ്ട് അത് ആവശ്യമുള്ളവർ മാത്രമേ കേൾക്കാവുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് പോയി കേട്ടേക്കരുത്. അപ്പോൾ അതാണ് അവസ്ഥ. ഈ സോഷ്യൽ മീഡിയ വന്നതുപോലെ ഇങ്ങനെ അങ്ങ് വലിച്ചു കീറുക. ഓരോ ജീവിതങ്ങൾക്ക് ഒരു എന്താ പറയുക, ഒരു മൂല്യമോ വിലയോ കൽപ്പിക്കുന്നില്ല. അവൾ ഡൈവേഴ്സായി അവളുടെ കൂടെയാണ്, അല്ലെങ്കിൽ ഇവളുടെ കൂടെയാണ്, ഇവരൊന്നും അവിഹിതം, അല്ലെങ്കിൽ അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞാച്ച്. എന്തെല്ലാം വൃത്തികേടുകളാണ് സോഷ്യൽ മീഡിയയോട് പറയുന്നത്. ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി സെൻസേഷൻ ഉണ്ടാക്കി യൂട്യൂബിൽ വരുമാനം നേടാൻ നോക്കുന്ന ഒരുപാട് പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട്. നന്നായിക്കൂടെ, അതേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.